നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാമുകയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്നു. മൊബൈൽ ഫോണും സ്കൂട്ടറും മോഷ്ടിച്ച കാമുകരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം അടയമൺ സ്വദേശി അഖിലാണ് അറസ്റ്റിലായത്. നവകേരള സദസ്സ് കുന്നത്തൂരിലും കരുനാഗപ്പള്ളിയിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം സഹകാരി സംഗമം, വിവിധ കലാപരിപാടികൾ എന്നിവ നടത്തി. പോരുവഴി ഇടയ്ക്കാട് ഗവൺമെന്റ് UP സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കാമുകയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് മൊബൈൽ ഫോണും സ്കൂട്ടറും മോഷ്ടിച്ച് കടന്ന കേസിൽ കാമുകനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം അടയമൺ തൊളിക്കുഴി സ്വദേശി അഖിലാണ് അറസ്റ്റിലായത്. നേരത്തെ വിവാഹിതയായിരുന്ന പെൺകുട്ടി വിവാഹമോചനം നേടിയിരുന്നു. ഇവരുമായി അഖിൽ പിന്നീട് അടുപ്പത്തിലാവുകയായിരുന്നു. വീട്ടുകാരിടപെട്ട് വിവാഹം നടത്തുന്നതിനും തീരുമാനിച്ചിരുന്നു. ഇതിനിടെ പെൺകുട്ടി മറ്റൊരു യുവാവുമായി അടുപ്പത്തിലായ വിവരമറിഞ്ഞ അഖിൽ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയയുടെ പാസ്വേഡ് മനസ്സിലാക്കുകയും പാസ്വേഡ് ഉപയോഗിച്ച് പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയയിൽ കയറി പെൺകുട്ടിയുടെ മോശം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ അഖിൽ സ്കൂട്ടറും മൊബൈൽ ഫോണും മോഷ്ടിച്ച ശേഷം കടന്നു കളഞ്ഞത്. പെൺകുട്ടിക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടെന്നറിഞ്ഞ അഖിൽ പിന്നീട് പെൺകുട്ടിയുമായി നിരന്തരം വഴക്കായതോടെ ഇരുവരും സൗഹൃദത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു. ഇതിന്റെ വൈരാഗ്യത്തിൽ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നപ്പോൾ നടത്തിയ വീഡിയോ ചാറ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് യുവതിയുടെ സോഷ്യൽ മീഡിയയുടെ പാസ്വേഡും ഉപയോഗിച്ച് അതുവഴി വീഡിയോ പ്രചരിപ്പിക്കുകയായിരുന്നു. അഖിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ 8 തീയതി പുലർച്ചെ 3 മണിയോടെ പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കിടക്കുകയും പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും സ്കൂട്ടറും മോഷ്ടിച്ച് കടന്നു കളയുകയുമായിരുന്നു. പിന്നീട് സ്കൂട്ടർ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച അഖിൽ ബാംഗ്ലൂരിലേക്ക് കടന്നു. മൊബൈൽ ഫോൺ തൃശൂരിൽ വിൽപ്പന നടത്തുകയും ചെയ്തു. ബാംഗ്ലൂരിൽ ബേക്കറിയിൽ ജോലി ചെയ്തു വന്ന അഖിലിനെ പിന്നീട് അഞ്ചൽ പോലീസ് പിടികൂടുകയായിരുന്നു. അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ മനാഫിന്റെ നേതൃത്വത്തിൽ SI പ്രജീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു പ്രകാശ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ ബംഗളൂരിൽ നിന്നും പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നവകേരള സദസ്സിന് മാവേലിക്കരയിൽ ഉജ്ജ്വല സ്വീകരണം. മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് നവകേരള സദസ്സ് നടന്നത്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമാണ് സുരക്ഷയൊരുക്കിയത്. കായംകുളത്തെ സ്വീകരണത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് എത്തിയത്. രാവിലെ 9 മണി മുതൽ നവകേരള സദസ്സിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന അപേക്ഷകർക്കായി വ്യത്യസ്ത അപേക്ഷാ കൗണ്ടറുകൾ തുറന്നിരുന്നു. വയോധികർ, വികലാംഗർ, യുവജനത, വിധവകൾ എന്നിവർക്ക് പ്രത്യേക കൗണ്ടറുകളും തുറന്നിരുന്നു. 100 കണക്കിന് അപേക്ഷകരാണ് ഓരോ കൗണ്ടറിലും എത്തിയത്. മുൻഗണനാക്രമത്തിൽ അപേക്ഷകർ വരി നിന്ന് തങ്ങളുടെ ആവശ്യങ്ങളടങ്ങിയ അപേക്ഷകൾ സമർപ്പിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കനൽ ടീം അവതരിപ്പിച്ച നാടൻ പാട്ടും അരങ്ങേറി. വേദിയെ ഇളക്കിമറിച്ചാണ് നാടൻ പാട്ടുകൾ നടന്നത്. തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും എത്തിയവർ പ്രധാന വേദിയിലേക്ക് ഒഴുകുകയായിരുന്നു. മുഖ്യമന്ത്രിയെ കാത്ത് പ്രധാന വേദിയിലും മൈതാനത്തും റോഡിലും തിങ്ങി നിറഞ്ഞാണ് കാത്തുനിന്നത്. ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമാണ് സുരക്ഷയൊരുക്കിയത്. കമാൻഡോസ്, ബോംബ് സ്ക്വാഡ് എന്നിവരും സുരക്ഷയുടെ ഭാഗമായി. വേദിയിൽ MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. തുടർന്ന് മന്ത്രിമാരായ വീണ ജോർജ്, VN വാസവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 4 മണിയോടുകൂടി മുഖ്യമന്ത്രി എത്തിച്ചേർന്നു. പോലീസ് വടം കെട്ടിയാണ് തിരക്ക് നിയന്ത്രിച്ചത്. ഏറെ പണിപ്പെട്ടാണ് മുഖ്യമന്ത്രിയെ പ്രധാന വേദിയിലേക്ക് എത്തിച്ചത്. ഓണാട്ടുകരയുടെ ഉപഹാരം MS അരുൺകുമാർ MLA മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി തിങ്ങി നിറഞ്ഞ ജനാവലിയെ അഭിസംബോധന ചെയ്തു. BJPയുടെ വാദങ്ങളാണ് പ്രതിപക്ഷ നേതാവും കൂട്ടരും ഉയർത്തിക്കാട്ടുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. തുടർന്ന് അടുത്ത സ്വീകരണ കേന്ദ്രമായ ചെങ്ങന്നൂരിലേക്ക് യാത്രയായി. ന്യൂസ് ബ്യൂറോ, തഴവ. നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ, പോരുവഴി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ചക്കുവള്ളിയിലാണ് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചത്. കാപെക്സ് ചെയർമാൻ M ശിവശങ്കരപിള്ള ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥമാണ് ലൈബ്രറി കൗൺസിൽ, പോരുവഴി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചത്. ചക്കുവള്ളി ജംഗ്ഷനിൽ നടന്ന സാംസ്കാരിക സദസ്സ് കാപെക്സ് ചെയർമാൻ M ശിവശങ്കരപിള്ള ഉദ്ഘാടനം ചെയ്തു. അറിവിനെ ജനകീയവൽക്കരിക്കുന്ന, എല്ലാത്തിനെയും ജനകീയവൽക്കരിക്കുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിലെ
ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് മാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനങ്ങളുടെ പ്രതീക്ഷകളൊക്കെ നിറവേറ്റുമെങ്കിലും അവരുമായി നേരിട്ട് സംവദിക്കാൻ, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരവസരം ഒരുങ്ങുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ അഭിപ്രായം അറിയാൻ, ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടുകൾ അവരെ അറിയിക്കാൻ ഒരു വലിയ പദ്ധതി എന്ന നിലയ്ക്ക് ഈ ഗവൺമെന്റ് രൂപം കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 20 മന്ത്രിമാരും കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നേരിട്ടെത്തി ആ വലിയ ജനസദസ്സിന് മുൻപിൽ ആ മന്ത്രിമാരെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയും നിശ്ചയിക്കപ്പെടുന്ന മന്ത്രിമാരും ആ ജനങ്ങളോട് ആ വർത്തമാനം പറയുന്നത്. കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി എസ് ശശികുമാർ, എം സുൽഫിഖാൻ റാവുത്തർ, അക്കരയിൽ ഹുസൈൻ, അംജിദ് ഖാൻ, അഡ്വക്കേറ്റ് സി കെ വിജയാനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് TV ചാനൽ താരങ്ങൾ പങ്കെടുത്ത ഗാനസന്ധ്യയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. നവകേരള സദസ്സിന്റെ ഭാഗമായി മണപ്പള്ളിയിൽ സ്വാഗത സംഘം ഓഫീസ് തുറന്നു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. തഴവ ഗ്രാമപഞ്ചായത്ത് മണപ്പള്ളി വടക്ക് NSS സ്കൂളിന് സമീപമാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസ് തുറന്നത്. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാകൃതമായ കേരളത്തിൽ നിന്നും നവകേരളത്തിലേക്കുള്ള യാത്രയിൽ അതിൻ്റെ പണിപ്പുരയിലാണ് നമ്മുടെ സർക്കാർ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഹൈവേ വികസനവും വിഴിഞ്ഞം തുറമുഖവും ഒക്കെ യാഥാർത്ഥ്യമാക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വരികയാണ്. അതും സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവർക്കിനി എന്താണ് വേണ്ടത് എന്നുള്ള ചോദ്യവുമായിട്ട് നിർദ്ദേശങ്ങൾ, നമ്മുടെ സംസ്ഥാനത്ത് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗവൺമെൻറ് നമ്മളുടെ ഇടയിലേക്ക് വരുന്നത്. അപ്പോൾ അത് വിജയിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അപ്പോൾ 19-ാം തീയതി കരുനാഗപ്പള്ളി എത്തിച്ചേരുമ്പോൾ നമ്മുടെ തഴവ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് എല്ലാ ജനങ്ങളും അവിടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വേണ്ട പരാതികളും നിവേദനങ്ങളും നിർദ്ദേശങ്ങളും എത്തിക്കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു. എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. 140 മണ്ഡലങ്ങളിലെ MLA മാർ, 20 മന്ത്രിമാർ, കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം നമ്മുടെ നാട്ടിലേക്ക് വരിക, നിങ്ങളുടെ ആവശ്യങ്ങളും ആവലാതികളും എന്താണെന്ന് ചോദിക്കാൻ, അത് ചോദിച്ച് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് നമ്മുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ഇത് പണ്ടെങ്ങുമില്ലാതെ ഇന്ത്യ രാജ്യത്തിലെ ചരിത്രത്തിൽ, കേരള സംസ്ഥാനത്തിന്റെ ഭരണ ചരിത്രത്തിൽ ഇന്നുവരെയും വോട്ട് വാങ്ങിച്ച് അധികാരത്തിലെത്തിയ മന്ത്രിയും MLA-യും മന്ത്രിമാരും അവർ വന്ന് നമ്മളോട് ചോദിക്കത്തില്ല എന്താ വേണം. അപ്പൊ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ആവശ്യം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശ്രീലത, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു ചുരുളി, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീകുമാർ, ഷൌക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. തഴവ ഗ്രാമപഞ്ചായത്തിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഫുഡ് ഫെസ്റ്റ്, നാടൻപാട്ട്, തിരുവാതിര തുടങ്ങിയവയും നടത്തി. ചൊവ്വാഴ്ചയാണ് കരുനാഗപ്പള്ളിയിൽ നവകേരള സദസ്സ് നടക്കുന്നത്. തഴവ ഗ്രാമപഞ്ചായത്തിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചു. കുറ്റിപ്പുറം കോർണർ പാർക്കിലാണ് പരിപാടി നടത്തിയത്. ഫുഡ് ഫെസ്റ്റ്, തിരുവാതിര, നാടൻപാട്ട് എന്നിവയും അരങ്ങേറി. വിവിധ കലാപരിപാടികളും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ചൊവ്വാഴ്ചയാണ് കരുനാഗപ്പള്ളിയിൽ നവകേരള സദസ്സ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തഴവ. നവകേരള സദസ്സിന്റെ ഭാഗമായി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ സഹകാരി സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന സഹകരണ ഓഡിറ്റ് ഡയറക്ടർ KS ഷെറിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി. നവകേരള സദസ്സിന്റെ ഭാഗമായി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ സഹകാരി സംഗമം സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി സിവിൽ സ്റ്റേഷന് സമീപത്തെ നവകേരള സ്ക്വയറിൽ നടന്ന പരിപാടി സംസ്ഥാന സഹകരണ ഓഡിറ്റ് ഡയറക്ടർ KS ഷെറിൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വന്നതിന് ശേഷം പിന്നീട് ക്രെഡിറ്റ് സൊസൈറ്റി വന്നു റോബർട്ട് അവരുടെ നേതൃത്വത്തിൽ. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ 1904 നമ്മുടെ കോപ്പറേറ്റീവ് ആക്ട് നിലവിൽ വന്നു. പിന്നെ 1919 ആയപ്പോഴും ഭാരതത്തിലെ അത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആക്കി, അല്ലെങ്കിൽ അന്ന് പ്രൊവിൻസസും പ്രിൻസ്ലി സ്റ്റേറ്റ്സും ആയിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഈ പ്രൊവിൻസസിലോട്ട് കൊടുത്തു. കേരള ബാങ്ക് ചീഫ് ജനറൽ മാനേജർ AR രമേശ് വിഷയാവതരണം നടത്തി. സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റ് രാമചന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു. AR ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സഹകരണ ജോയിന്റ് രജിസ്ട്രാർ M അബ്ദുൾ ഹാലിം, ഹാരിസ്, VP ജയപ്രകാശ് മേനോൻ, V വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സംഘാടക സമിതി ചെയർമാൻ R സോമൻ പിള്ള ഉപഹാരം കൈമാറി. തുടർന്ന് JFKM VHSSന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി.
ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മലയാളം ഗ്രന്ഥശാലയുടെ ഒരു വർഷം നീളുന്ന പരിപാടിയുടെയും കെട്ടിട നിർമ്മാണത്തിന്റെയും ലോഗോ പ്രകാശനം കരുനാഗപ്പള്ളിയിൽ നടന്നു. നവകേരള സ്ക്വയറിൽ അഡ്വക്കേറ്റ് എ. മാരിഫ് എം.പി. പ്രകാശനം നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി. വിജയകുമാറിന് ലോഗോ നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. സഹകരണ മേഖല കാലത്തിനൊപ്പം മാറ്റത്തിനൊപ്പം എന്ന വിഷയത്തിൽ സെമിനാറും ഇതോടൊപ്പം നടന്നു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ എ. ബഷീർ, ഗ്രന്ഥശാല പ്രസിഡന്റ് പ്രമോദ് ശ്രീനിവാസ്, സെക്രട്ടറി കെ. ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പോരുവഴി ഇടക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ആദരവ്, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ ഇതോടനുബന്ധിച്ച് നടത്തി. പോരുവഴി ഇടക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ അന്താരാഷ്ട്ര മോഡൽ പ്രീ പ്രൈമറി വിദ്യാലയമാക്കി ഉയർത്തി. വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ MLA നിർവഹിച്ചു. വലിയ മാറ്റമാണ് ഈ സ്കൂളിന് ലഭ്യമായിട്ടുള്ളത്. നമ്മുടെ ഈ സ്കൂളിന് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് SSK ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് 10 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് മനോഹരമായ വർണ്ണക്കൂടാരം കുട്ടികളുടെ പഠന മികവ് വളർത്തിയെടുക്കാൻ, കുട്ടികൾക്ക് ശാരീരികമായിട്ടുള്ള ഉന്മേഷം സൃഷ്ടിച്ചെടുക്കാൻ ഈ സ്കൂളിൻ്റെ ക്ലാസ് റൂമിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ കുട്ടികൾക്ക് ആനന്ദിക്കാൻ കഴിയുന്ന തരത്തിൽ വിവിധ വർണ്ണങ്ങളാൽ വരയ്ക്കപ്പെട്ട ചിത്രങ്ങളും ബഹുവർണ്ണ കാഴ്ചകളും അവിടെ കാണാൻ കഴിയുകയാണ്. പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ സജീവ് തോമസ് പദ്ധതി വിശദീകരണം നടത്തി. പ്രഥമാധ്യാപകൻ പി. മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൻസർ ഷാഫി ശില്പികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻ KC ലേഖ, കോമഡി ഉത്സവം ഫെയിം ശിവപ്രസാദ് അടൂർ, നസീറ ബേബി, എസ് ഷീജ, രാജേഷ് വരവിള, നമ്പൂരേത്ത് തുളസീധരൻ പിള്ള, പ്രസന്ന, ലതാരവി, അരുണുത്തമൻ, രാജേഷ് പുത്തൻപുര, PS പ്രദീപ്, K ശാന്ത, സ്മിത, സുനിൽ, നിഖിൽ മനോഹർ, മോഹനൻ പിള്ള, നസിയത്ത് ബേബി, പ്രിയ സത്യൻ, വിനുവൈ നായർ, PK രവി, അപർണ മോഹൻ, സബീന, ബാലചന്ദ്രൻ, സുജാകുമാരി PS, CL ഇന്ദു, B വിജുകുമാർ, PV റോബിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. വണ്ടിപ്പെരിയാർ പീഡന വിഷയത്തിൽ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകണമെന്ന് BJP പട്ടികജാതി മോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേസ് അട്ടിമറിച്ചെന്നാരോപിച്ച് പട്ടികജാതി മോർച്ച അഞ്ചലിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ പ്രതിഷേധം ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച വണ്ടിപ്പെരിയാറിൽ ജീവൻ നഷ്ടപ്പെട്ട കുഞ്ഞിനു വേണ്ടി രേഖപ്പെടുത്തുകയാണ്. അഞ്ചൽ ചന്തമുക്ക് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച യോഗം BJP പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് B ബബുൽദേവ് ഉദ്ഘാടനം ചെയ്തു. പ്രതീകാത്മകമായി കൈപ്പത്തി പതിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പട്ടികജാതി അതിക്രമങ്ങൾ തടയുന്നതിൽ ഇടതുപക്ഷ സർക്കാർ പരാജയമാണെന്നും വാളയാറിലും വണ്ടിപ്പെരിയാറിലും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെട്ടത് പ്രതികൾ CPM DYFI പ്രവർത്തകർ ആയതുകൊണ്ടാണെന്നും കേരള സർക്കാർ പുനഃപരിശോധനാ ഹർജി വണ്ടിപ്പെരിയാർ വിഷയത്തിൽ നൽകാൻ തയ്യാറാകണമെന്നും ബബുൽദേവ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയും പട്ടികജാതി വകുപ്പ് മന്ത്രിയും ഈ വിഷയത്തിൽ മറുപടി പറയണം. BJP പട്ടികജാതി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ചന്ദ്രബോസ്, രഘു തങ്കപ്പൻ, പട്ടികജാതി മോർച്ച മണ്ഡലം ഭാരവാഹികളായ ഷിബു, സുജാത, ശാരിക, രാജശേഖരൻ, BJP നേതാക്കളായ അഡ്വക്കേറ്റ് രഞ്ജിത്ത്, രാജു കോളച്ചിറ, രാജൻ പിള്ള എന്നിവർ പങ്കെടുത്തു. ഇന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കേരളത്തിൽ കണ്ണീരോടെ ഈ വിധിയെ നോക്കിക്കണ്ട അമ്മമാർക്കും സഹോദരിമാരുടെയും
പ്രശ്നങ്ങളെ നോക്കിക്കാണുവാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ പരിപാടി പട്ടികജാതി മോർച്ച സംഘടിപ്പിച്ചത് ഈ കേരളത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതയില്ലാത്ത കേരളത്തിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുവാൻ വേണ്ടിയിട്ടാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചലനശേഷി നഷ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് തുടർ ചികിത്സയ്ക്കുള്ള ധനസമാഹരണത്തിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വർക്കല ചാവേർക്കോട് CHMM കോളേജിലെ മുൻവർഷ വിദ്യാർത്ഥി ഷാജഹാന്റെ ചികിത്സയ്ക്കാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ഷാജഹാൻ എന്ന വിദ്യാർത്ഥിയുടെ ധനസമാഹരണത്തിനായിട്ട് അവിടുത്തെ വിദ്യാർത്ഥികളും കരിമ സംഘടനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ബിരിയാണി ചലഞ്ചിൽ കൊട്ടിയം റോട്ടറി ക്ലബിൻ്റെ ഭാരവാഹികളും ഇന്ന് ഇവരോടൊപ്പം ചേരുകയാണ്. ഏകദേശം 60ഓളം ഭക്ഷണപ്പൊതികളാണ് ഈ ഒരു ചാരിറ്റി പ്രവർത്തനവുമായിട്ട് കൊട്ടിയം റോട്ടറി ക്ലബ്ബ് ഇന്ന് ഏറ്റെടുത്ത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കോളേജിലെ വിദ്യാർത്ഥികൾ അവരുടെ സഹപാഠിയെ ഒരു അരയ്ക്ക് താഴെ തളർന്ന അവരുടെ വാപ്പയും ഉമ്മയും മരണപ്പെട്ട ഈ ഷാജഹാന്റെ തുടർ ചികിത്സയ്ക്കായിട്ട് അവർ സ്വരൂപിക്കുന്ന ധനസഹകരണത്തിൽ എല്ലാ വ്യക്തികളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചാത്തന്നൂർ ചാവർക്കോട് CHMM കോളേജിലെ വിദ്യാർത്ഥി ഷാജഹാൻ അപകടത്തിൽപ്പെട്ട അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു കഴിഞ്ഞു വന്നത്. ഇതിനിടയിൽ ഷാജഹാന്റെ മാതാവും പിതാവും മരണപ്പെടുകയും ചെയ്തു. സഹോദരിയോടൊപ്പം താമസിച്ചു വന്ന ഷാജഹാന്റെ തുടർ ചികിത്സയും മറ്റും ഏറെ ബുദ്ധിമുട്ടായാണ് മുന്നോട്ട് കൊണ്ടുപോയത്. മറ്റ് സഹപാഠികളിൽ നിന്നും വിവരമറിഞ്ഞ CHMM കോളേജിലെ ടീച്ചർ ഷാജഹാന്റെ അവസ്ഥ മറ്റു കുട്ടികളെ അറിയിക്കുകയും എല്ലാവരും ചേർന്നുകൊണ്ട് ഷാജഹാന്റെ ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്തുന്നതിനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിക്കുകയും ഒടുവിൽ 2 ലക്ഷം രൂപയോളം കണ്ടെത്തുന്നതിനായി സുഹൃത്തുക്കളിൽ നിന്നും മറ്റ് ജീവകാരുണ്യ പ്രവർത്തകരിൽ നിന്നും സഹായം ഏറ്റുവാങ്ങിക്കൊണ്ട് ബിരിയാണി ചലഞ്ചിന് രൂപം കൊടുക്കുകയായിരുന്നു. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3211 സോൺ 14 കൊട്ടിയം റോട്ടറി ക്ലബ് ഡിസ്ട്രിക്ട് പ്രോജക്ട് സത്യരംഗിയുടെ ഭാഗമായി ബിരിയാണി ചലഞ്ചിനായി 6000 രൂപ കോർഡിനേറ്റർ അഭിഷേകിന് തഴുത്തല റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ നൽകി. കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു റാവുത്തർ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. NB ത്രിവിക്രമൻപിള്ള ഫൗണ്ടേഷൻ ഫോർ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടത്തും. ഡിസംബർ 30 ശനിയാഴ്ച ഓച്ചിറയിൽ നടക്കുന്ന പരിപാടി CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. NB ത്രിവിക്രമൻപിള്ള ഫൗണ്ടേഷൻ ഫോർ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടത്തും. ഡിസംബർ 30 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ഓച്ചിറയിൽ പരിപാടി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാന്യനായ മുൻ മന്ത്രി C ദിവാകരനാണ് പുരസ്കാര സമർപ്പണം നടത്തുന്നത്. പുരസ്കാരം നൽകുന്നത് പ്രസിദ്ധ സിനിമ നാടക നടിയായിരുന്ന നിലമ്പൂർ ഐഷയ്ക്കാണ്. അന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി MLA CR മഹേഷ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. വാർഷിക അനുസ്മരണ സമ്മേളനം ഡിസംബർ 30 നടക്കുകയാണ്. വ്യത്യസ്തമായ പരിപാടികളോടുകൂടി ഒരു ദിവസം മൊത്തത്തിലാണ് അത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പതിവ് പോലെ തന്നെ നാടകരംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് അവാർഡ് കൊടുക്കുന്ന ചടങ്ങും പ്രദേശത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാലയ്ക്ക് കൊടുക്കുന്ന ഒരു ഉപഹാരവും സാമ്പത്തിക സഹായവും അടക്കമുള്ള ഒരു ചടങ്ങും അതാണ് സാധാരണയായി നടത്തി വരുന്നത്. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിക്കും. തഴവ സഹദേവൻ അധ്യക്ഷത വഹിക്കും. R ശശികുമാർ സ്വാഗതം പറയും. അഭിനേത്രി നിലമ്പൂർ ഐഷയ്ക്ക് മുൻമന്ത്രി C ദിവാകരൻ പുരസ്കാരം സമർപ്പിക്കും. അനുസ്മരണം, വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, സമ്മാനദാനം തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടത്തും. തഴവ സഹദേവൻ, R ശശികുമാർ, R രാജാകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. NB ത്രിവിക്രമൻപിള്ള എന്ന മഹാപ്രതിഭയെ അടുത്തറിഞ്ഞവർ അവരുടെ ഓർമ്മക്കുറിപ്പുകൾ സമാഹരിച്ചുകൊണ്ടുള്ള പ്രതിഭയുടെ പിൻനിരങ്ങിലൂടെ എന്നൊരു പുസ്തകം കൂടി ഈ യോഗത്തിൽ വെച്ച് പ്രകാശനം ചെയ്യണം. സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള മത്സരം ലളിതഗാന മത്സരവും അല്ല, അത് നാടകഗാന മത്സരവും കവിതാ ആലാപന മത്സരവുമാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. നിർമ്മാണം പൂർത്തിയായിട്ടും ഹൈമാസ് ലൈറ്റ് പ്രകാശിപ്പിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പനപ്പെട്ടി പാറയിൽ മുക്കിൽ 2019 MLA ഫണ്ട് വിനിയോഗിച്ച് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. നാളിതുവരെ വൈദ്യുതി കണക്ഷൻ നൽകാൻ പോലും പഞ്ചായത്ത് അധികാരികൾ തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം. ഇതിൽ പ്രതിഷേധിച്ചാണ് RSP പനപ്പെട്ടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ചും കരിങ്കൊടി കെട്ടിയും പ്രതിഷേധം നടത്തിയത്. പാറയിൽ മുക്കിൽ 2019 സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ലൈറ്റുകൾ സ്ഥാപിക്കാനോ വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നതിനോ ശാസ്താംകോട്ട പഞ്ചായത്ത് ഭരണസമിതി അനുമതി കൊടുക്കുന്നില്ല. 2019 പൈപ്പിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടും നാളിതുവരെയായിട്ടും പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകാത്തതിൽ പ്രദേശത്ത് പ്രതിഷേധത്തിന് ഇടയാക്കി. RSP പനപ്പെട്ടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈമാസ് ലൈറ്റിന് മുന്നിൽ
റീത്ത് വെച്ചും കരിങ്കൊടി കെട്ടിയും ദീപം തെളിയിച്ചും പ്രതിഷേധിച്ചു. RSP കുന്നത്തൂർ മണ്ഡലം സെക്രട്ടറി KG വിജയദേവൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിൽ ഉൾപ്പെട്ട പനപ്പെട്ടി ഗ്രാമത്തിന്റെ വികസനം, ഇവിടെ ധാരാളം വാഹനങ്ങൾ ഓടിക്കൂടുന്ന ജംഗ്ഷൻ, ഇവിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി രാത്രികാലങ്ങളിൽ വെട്ടവും വെളിച്ചവും അത്യാവശ്യമാണ്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട MLA അനുവദിച്ച ഹൈമാസ് ലൈറ്റ്, അതിന് കറണ്ട് വൈദ്യുതി കൊടുക്കുന്നതിന് ശാസ്താംകോട്ട പഞ്ചായത്ത് ആരോ പിണങ്ങി ഇവിടെ വൈദ്യുതി കൊടുക്കുന്നതിൽ നിന്നുള്ള പിടിമാറ്റി ഉപേക്ഷിക്കണം. ആ പഞ്ചായത്തിന്റെ പിടിമാറ്റി ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഹൈമാസ് ലൈറ്റിന് പഞ്ചായത്തിന്റെ അനുമതിയും കറണ്ട് കൊടുക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം. പനപ്പെട്ടി ബ്രാഞ്ച് സെക്രട്ടറി ബഷീർ പനപ്പെട്ടി അധ്യക്ഷത വഹിച്ചു. ഈ ശാസ്താംകോട്ട പഞ്ചായത്തോ MLA ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ MLA നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് പറഞ്ഞാൽ ശാസ്താംകോട്ട പഞ്ചായത്ത് അനുമതി തരട്ടെ എന്നാണ് പറയുന്നത്. അതിനപ്പുറം നമ്മൾ ശാസ്താംകോട്ട പഞ്ചായത്തിന്റെയും പഞ്ചായത്ത് കമ്മിറ്റിയെ പോയി കാണുകയും യാതൊരു കാരണവശാലും അവർ ലൈറ്റ് അനുവദിക്കുകയില്ല എന്നും അതിനു വേണ്ടി നിങ്ങളൊരു സാധാരണ ബൾബ് തൂക്കിയാൽ മതി എന്നാണ് അവരുടെ നിലപാട്. ആയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് RSP പനപ്പെട്ടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പാറ ജംഗ്ഷൻ മിനി ഹൈമാസ് ലൈറ്റിന്റെ അടുത്ത് തന്നെ വെച്ചാണ് നമ്മൾ ഈ പ്രതിഷേധ പരിപാടി നടത്തുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വിജയചന്ദ്രൻ നായർ, RYF കൊല്ലം ജില്ലാ സെക്രട്ടറി സുഭാഷ് കലട, മണ്ഡലം സെക്രട്ടറി മുൻഷീർ ബഷീർ, RSP മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ നവാസ് ചേമത്തറ, ഷിബു ചിറക്കട, അനിൽ ചിറക്കട, ഷിബിനു, ഷാജഹാൻ, പ്രമോദ്, നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. SDPI കൊല്ലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KS ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു. ചന്ദനത്തോപ്പിൽ നടന്ന പരിപാടി SDPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസാരി ഏനാത്ത് ഉദ്ഘാടനം ചെയ്തു. അവരുടെ ആശയത്തോട് ഏകദേശം രൂപസാദൃശ്യമുള്ള AAPയുടെ 2 മന്ത്രിമാരെന്നും ജയിലിൽ കിടക്കുകയാണ്. കോൺഗ്രസിന്റെ പല ആളുകളും ജയിലിൽ കിടക്കുകയാണ്. അവരുടെ ഓഫീസുകൾ റെയ്ഡ് നടത്തുന്നു. പ്രതിപക്ഷത്തിന് ഒരുപാട് സാമൂഹിക പ്രവർത്തകർ കിടക്കുന്നു. മത രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ കിടക്കുന്നു. എന്തിനേറെ ശിവസേനയുടെ സാത്മ എന്ന് പറയുന്ന മുഖപത്രം മോഡിക്കെതിരെ ഒന്ന് കുറിപ്പെഴുതി എന്നതിന്റെ പേരിൽ അതിനെതിരെ രാജ്യദ്രോഹം കുറ്റം ചുമത്തുന്നു. ഇങ്ങനെ എതിർക്കുന്നവരെയൊക്കെ അവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്ന ഒരു രാഷ്ട്രമായി, ഒരു ഏകാധിപത്യത്തിന് കീഴിലേക്ക് പതുക്കെ ഈ രാജ്യം മാറുന്ന ഒരു ദയനീയമായ സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. SDPI കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് കരുവ അധ്യക്ഷനായിരുന്നു. മണ്ഡലം സെക്രട്ടറി CA സാദിഖ് സ്വാഗതം പറഞ്ഞു. കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ, ജില്ലാ സെക്രട്ടറി നുജുമുദ്ദീൻ അഞ്ചുമുക്ക്, ജില്ലാ കമ്മിറ്റി അംഗം കണ്ണൻ പട്ടത്താനം, കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർ കൃഷ്ണേന്ദു, മണ്ഡലം സെക്രട്ടറി നൌഷാദ് പത്തായക്കല്ല്, മണ്ഡലം ട്രഷറർ ഷാജി പത്തായക്കല്ല്, ഓർഗനൈസിംഗ് സെക്രട്ടറി ബിനോയ് അബ്ദുൽ സലാം, മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഷാദ് കരുവ, ജോയിന്റ് സെക്രട്ടറി അശോകൻ, സിറ്റി കമ്മിറ്റി പ്രസിഡന്റുമാരായ ഷെഫീഖ് താന്നിക്കമുക്ക്, വഹാബ് കൊല്ലം തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി കമ്മിറ്റി പ്രസിഡന്റ് റഹീം പത്തായക്കല്ല് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. പ്രധാന വാർത്തകൾ വീണ്ടും. കാമുകയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്നു. മൊബൈൽ ഫോണും സ്കൂട്ടറും മോഷ്ടിച്ച കാമുകനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം അടയമൺ സ്വദേശി അഖിലാണ് അറസ്റ്റിലായത്. നവകേരള സദസ്സ് കുന്നത്തൂരിലും കരുനാഗപ്പള്ളിയിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം സഹകാരി സംഗമം, വിവിധ കലാപരിപാടികൾ എന്നിവ നടത്തി. പോരുവഴി ഇടയ്ക്കാട് ഗവൺമെന്റ് UP സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.